ഹായ് ഗൈസ്, ഈ ഈ പൂച്ചക്കുഞ്ഞിനെ കണ്ടോ? ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയതാന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു കാറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയൊരു പൂച്ചക്കുഞ്ഞാണ്. കാറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ വണ്ടിയായിട്ട്, ആക്ച്വലി ഞാനൊരു സർവീസ് സെൻറ്റർ നടത്തുന്ന ഒരാളാണ്, കാറിൻ്റെ സർവീസ് സെൻറ്റർ നടത്തുന്ന ഒരാളാണ്. അവിടെ ഒരു കസ്റ്റമർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതെന്താണെന്ന് വെച്ചാൽ, പുള്ളിക്ക് ഇതിനകത്തുനിന്ന് പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാം നോക്കിയപ്പോൾ എഞ്ചിൻ റൂമിനകത്ത്, വണ്ടിയുടെ എഞ്ചിൻ്റെ റൂമിനകത്തുനിന്ന് പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം കൂടെ വണ്ടി ലിഫ്റ്റിലൊക്കെ കയറ്റി പൊക്കി നോക്കിയ സമയത്ത് ഇത് സുരക്ഷിതമായിട്ട് ഒരു പാർട്ടിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അപ്പം കസ്റ്റമർ പറയണം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം രാത്രി, പുള്ളി വന്നത് ഉച്ചയ്ക്കാണ്, നെക്സ്റ്റ് ഡേ, തലേ ദിവസം രാത്രി മുതൽ പുള്ളി ഈ പൂച്ചക്കുഞ്ഞിൻ്റെ കരച്ചിൽ അതിനകത്തുനിന്ന് കേൾക്കുന്നു എന്ന് പറയുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 1.5 ദിവസമായിട്ട്, അതായത് ആ നൈറ്റ് മുഴുവനും നെക്സ്റ്റ് ഡേ ഉച്ചവരെ ഉള്ള സമയവും ഈ പൂച്ചക്കുഞ്ഞ് കാറിനകത്തിരുന്നു. ഈ കാർ ഒത്തിരി ഓടിയിട്ടുണ്ട്. എന്നിട്ട് ആ പൂച്ചക്കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല, സുരക്ഷിതമായിട്ട് അതവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളതിനെ പുറത്തെടുത്തപ്പം ഭയങ്കര ആവശ്യമായിട്ട്, വണ്ടിക്കകത്തിരിക്കുകയല്ലേ, 1.5 ദിവസമായിട്ട് ഓടിയ വണ്ടിയാണ്, അയ്യോ അതിനകത്ത് ഒട്ടും വയ്യാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളതിനകത്ത് ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് കുറച്ച് ഫുഡെല്ലാം കൊടുത്ത്, കുറച്ച് വെള്ളമെല്ലാം കൊടുത്ത്, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ആക്റ്റീവായി. പിന്നെ വൈകിട്ടായ സമയത്ത്, ഇതിനെ സൺഡേ ഓഫീസൊക്കെ അവധിയല്ലേ, അപ്പോൾ ഇതിനെ എവിടെയും വെക്കാനൊക്കത്തില്ലല്ലോ. അത് കാരണം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇങ്ങ് കൊണ്ടുവന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ ഇന്നലെ രാത്രി ഒന്ന് ക്ലീനിങ് എല്ലാം ചെയ്ത്, ബോഡിക്കകത്തെല്ലാം ചളിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത് റെഡിയാക്കി, നല്ല വൃത്തിയാക്കി, പാല് കൊടുത്തു, കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു, ചോറ് കുറച്ച് കൊടുത്തു നോക്കിയപ്പോൾ അത് കുറച്ച് കഴിച്ചു. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ആൾ ഓടിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതിനെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കണം. കാരണം നമ്മൾ ഈ ഓഫീസും ജോലിക്കായിട്ട് പോകുന്നത് കാരണം നമുക്കിതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഇതിനെ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം. പക്ഷേ ആളെന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. ആൾ ഭയങ്കര ആക്റ്റീവായി, ഫുഡൊക്കെ അടിച്ചു, പാല് കുടിച്ചു. അപ്പോൾ ആളിപ്പോൾ ഭയങ്കര ആക്റ്റീവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൾ ഓടുന്നു, ചാടുന്നു, കടിക്കുന്നു, ഭയങ്കര ആക്റ്റീവാണ്. ഇതൊരു സുന്ദരിയ, കണ്ടില്ലേ, ഭയങ്കര ആക്റ്റീവായി.